കുട്ടിയെ തോളിലിട്ട് മെറീന മുറ്റിത്തിറങ്ങി. വാസന്തി, ഒന്ന് വരുമോ? വാസന്തി അയൽവാസിയാണ്. കയ്യിലൊരു ടോർച്ചുമായി വാസന്തിയും മകൻ ഗോപനും ഓടി വരും. ഒക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് വന്ന് അങ്ങേരെ ചീത്ത വിളിക്കും. കുറെ കഴിഞ്ഞ ശബ്ദമൊന്നും കേട്ടില്ല. ഞങ്ങളോട് നിങ്ങൾ ഉറയെ കാണുമെന്ന്. അയ്യോ, കൊച്ചിനെ പറ്റിയതാ എനിക്കറിയില്ല. എന്നെ അടിച്ചു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മ കൊച്ചിങ്ങനെ കിടപ്പുണ്ട്. ഫെർണാണ്ടസിനെ കാണുന്നില്ല. കുട്ടിയെ വാങ്ങി തൊഴിൽ കിടത്തുമ്പോൾ വാസന്തിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അല്പം നേരം കിട്ടിയാൽ ഓടി വരും. പിന്നെ കഥ പറയണം, പാട്ട് പാടണം. അമ്മ വന്ന് എടുത്തുകൊണ്ട് പോയാലേ പോകും. അവൾ എന്റെ തോളിലാണെന്ന് പോലും അറിയുന്നില്ല. ഈശ്വര, മരുത്തരുതേ. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വരാന്തയിൽ ദുഃഖം തളം കെട്ടി മിഴികളുമായി കാത്തിരിക്കുന്നു മെറീനയും വാസന്തിയും ഗോപനും. ഓപ്പറേഷൻ തിയേറ്ററിന്റെ പുറത്തേക്ക് വരുന്നു ഡോക്ടർ ബിസ്മില്ലാ. സാറേ, എന്റെ കൊച്ചിന് ഞാൻ മെറീനയുടെ അമ്മയാ. കുട്ടിയുടെ പിതാവ് വന്നിട്ടില്ലേ? ഇല്ല, എവിടെയാണെന്ന് അറിയില്ല. സത്യത്തിൽ എന്താ ഉണ്ടായത്? ഇന്ന് മദ്യപിച്ച വരിക. ഇന്നലെ മദ്യത്തിനെതിരെ വനിതാ വിമോചന വേദിയുടെ പ്രകടനത്തിന് ഞാനും പോയിരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഒത്തിരി തല്ലി. കൊച്ചിനെ എന്ത് ചെയ്യുന്നതാന്ന് അറിയത്തില്ല. സ്റ്റെയർ കേസിനടുത്ത് വീണ് കിടക്കുന്നതാ കണ്ടത്. തലച്ചോറിന്റെ ക്ഷതമേറ്റിരുന്നു. കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്ത് നോക്കി. പക്ഷേ മെർലി പോയി. മെറീന ബോധ്യമറ്റ നിലം പതിച്ചു. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. മെർലിയുടെ മൃതദേഹം മോർച്ചറിയിൽ നിന്ന് ആംബുലൻസിലേക്ക് കയറ്റുന്നു. ഫെർണാണ്ടസ് മാത്രം എത്തിയിട്ടില്ല. സാമൂഹ്യ പ്രവർത്തകരും നേതാക്കന്മാരും എത്തിച്ചേർന്നുകൊണ്ടിരുന്നു. നിയന്ത്രണം വിട്ട് വാസുദേയുടെ മകൻ ഗോപൻ ചോദിച്ചു പോയി, നിങ്ങൾക്ക് മുതലക്കണ്ണിയിൽ ഒടുക്കാൻ ഒരു ശവം കൂടി വീണിട്ടുണ്ട്. ഇതുപോലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഇവിടെ തകർന്നടിഞ്ഞിട്ടുണ്ട്. കാണാൻ കണ്ണില്ലല്ലോ നിങ്ങൾക്ക്, ഒന്നും കേൾക്കാൻ നിങ്ങൾക്ക് കാതില്ലല്ലോ. ഇവിടുത്തെ കള്ളുഷാപ്പ് അടിച്ചു പൊടണമെന്ന് പറഞ്ഞവരെ പോലീസിനെ കൊണ്ട് തല്ലിച്ചവരാ നിങ്ങൾ. വാസന്തി ഗോപനെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്. അന്ന് വൈകിട്ട് 5 മണി. ഫെർണാണ്ടസിന് ഭവനം ജനസമുദ്രമായി. ഇന്നലെ ഈ സമയത്ത് പൊട്ടിച്ചിരികൾ ഉയർന്ന വീട്ടിൽ ഇന്നുയരുന്നത് വിലാപഗാനമാണ്. അപ്പോഴും ഒരാൾ മാത്രം എത്തിയിട്ടില്ല, ഫെർണാണ്ടസ്. വെള്ളവിരിയിട്ട മേശയിൽ ഒരു കൊച്ചു ശവമഞ്ചം. വെളുത്ത കയ്യൂറിയിട്ട് വിരലുകൾക്കിടയിൽ ക്രൂശുദ്രവം മാറോട് ചേർത്ത് മെർലി അന്ത്യയാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. പെയ്തിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികളെ സാക്ഷി നിർത്തി ഫാദർ അലോഷ്യസ് ആമുഖ പ്രസംഗം ആരംഭിച്ചു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, പൊന്നോമന മകളുടെ സ്വർഗീയ യാത്രയയപ്പിന് സ്വന്തം പിതാവ് എത്തുമെന്ന് കരുതി നാം ഇത്രയും നേരം കാത്തിരുന്നു. ഫെർണാണ്ടസ് എത്തിയിട്ടില്ല. എവിടെയാണെന്നും അറിയില്ല. നേരമേറെ വൈകിയത് കൊണ്ട് സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ ആരംഭിക്കുന്നു. അവസരോചിതമല്ലെങ്കിൽ കൂടി ഒരു സത്യം ഇവിടെ തുറന്നു പറയാതിരിക്കാൻ നിവർത്തിയില്ല. തുടച്ചു നീക്കപ്പെടേണ്ട ഒരു സാമൂഹ്യത്തിന്റെ ബലിയാടാണ് ഈ പിഞ്ചോമൻ. വിശുദ്ധ തൈലത്താൽ ലേപനം ചെയ്ത് ദൈവത്തിന്റെ മകളാക്കി മാതാപിതാക്കളെ ഞാൻ ഏൽപ്പിച്ച എന്റെ ആത്മീയ പുത്രി മാലാഖമാരാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയം ബന്ധുക്കൾ ചേർന്ന് മെറീനയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. പെട്ടെന്നാണ് നമ്മൾ കണ്ടത് എന്റെ പൊന്നോമന്റെ ദേഹത്തൊരു റീത്ത്, അതിലൊരു വിലാസം, വിക്ടോറിയ ഇന്റർനാഷണൽ. തൊട്ടടുത്തിരിക്കുന്ന ഹോട്ടലാണ് ഡിസൂസ. നശിച്ച സ്ഥാപനത്തിന്റെ പേരെഴുതി അറിയില്ല. എന്റെ പൊന്നിന്റെ മേലെ
മെറീന ഇത്ര ദൂരേക്ക് വലിച്ചെറിഞ്ഞു. കുടുംബം തകർത്തത് നീയാ, എന്റെ പൊന്നിനെ കൊല്ലിച്ചത് നീയാ. ബന്ധുക്കൾ ചേർന്ന് മെറീനെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. ഗായക സംഘം വിലാപഗാനം ആലപിച്ചിട്ടുണ്ട്. കൂടാരം വേടിയുമി ആത്മാവിനെന്നും കൂട്ടായി നീ മാത്രം. ഏകാന്തമാകുമി വീഥിയിലെന്നും നിൻ സ്നേഹത്തണൽ മാത്രം. നിൻ സ്നേഹത്തണൽ വിലാപയാത്ര ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. സമയം കടന്നുപോയി. അവിചാരിതമായി ഫെർണാണ്ടസ് വീട്ടിലെത്തി. മെറീന, മെറീന, മെർലി മോളെ, ഇതിനെ കൊണ്ടുപോയി. ശബ്ദം കേട്ട വാസന്തിയുടെ അമ്മ വിളിച്ചു പറഞ്ഞു. ആ, അവരവിടെ ഇല്ല. എവിടെ പോയതാ? ആ, പള്ളിയിൽ പോയതാ. കുഞ്ഞു വന്ന പള്ളിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. ഓ, ഇന്നലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അവിടെ ചെന്ന കത്തനാരോട് കൊടുത്തി കാണും. ഒത്തുതീർപ്പിനെ വിളിക്കുന്നതാ. ഞാനങ്ങ് പോകുന്നില്ല. പ്രത്യേകം പറഞ്ഞു ചെല്ലാൻ. അല്ല, ഈ ഫാദർ അലോഷ്യസിന്റെ വീട്ടുകാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്നു. ഇന്ന് രണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. ഫെർണാണ്ടസ് പള്ളിയിലേക്ക് കുതിച്ചു. പള്ളിമുറ്റത്തും പരിസരത്തും വമ്പിച്ച് ജനക്കൂട്ടം. ആരൊക്കെയോ അലമുറയിടന്നു. കൂട്ടത്തിൽ പരിചയമുള്ള ഒരു സ്വരം പോലെ. ഫെർണാണ്ടസ് ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റി സെമിത്തേരിക്ക് അടുത്തെത്തി. അലങ്കരിച്ച ഒരു കൊച്ചുപെട്ടി, മിന്നിത്തിളങ്ങുന്ന മുടിചൂടിയ മുഖം. മെറീന സർവശക്തിമെടുത്ത് ഫെർണാണ്ടസിന് നേരെ കുതിച്ചു. ഒരു ദിവസമെങ്കിലും സമാധാനമായി കിടന്നുറങ്ങാൻ നിങ്ങൾ അവളെ അനുവദിച്ചിട്ടുണ്ടോ? ഇവിടെയെങ്കിലും അവൾ ശാന്തമായിട്ടൊന്ന് കിടന്നോട്ടെ. ഇവിടെ പറയുന്നത് കേട്ടില്ലേ? ഞാൻ എന്റെ പൊന്നിനെ കൊന്നെന്ന്. ഇല്ല, ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഫെർണാണ്ടസ്, നീ ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ്. കാരണം മദ്യം നിന്റെ കണ്ണുകെട്ടി, മദ്യം നിന്റെ വിവേകത്തിന് കടിഞ്ഞാണിട്ടു, മദ്യത്തിന്റെ സകല ദുർവാസനകളെയും വിളിച്ചുണർത്തി. ഫെർണാണ്ടസ് മെർലിയുടെ മരവിച്ച പിഞ്ചുപാദങ്ങളിൽ അമർത്തി ചുംബിക്കുകയാണ്. ഒരിക്കലുമില്ല, കുടിക്കില്ല, ഒരിക്കലും ഒരിക്കലും. ഫാദർ അലോഷ്യസ് ഫെർണാണ്ടസിനെ പിടിച്ചുയർന്നു. ഫെർണാണ്ടസ്, നിന്റെ തീരുമാനം ശരിയാണ്, പക്ഷേ അല്പം വൈകിപ്പോയി. പോലീസ് ഇവ ഫെർണാണ്ടസിനെയും കൊണ്ട് പാഞ്ഞു പോകുമ്പോൾ ബോധരഹിതയായ മെറീനയെ ബന്ധുക്കൾ ചെന്ന സെമിത്തേരിയുടെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഗ്രാമത്തിന്റെ ഹൃദയത്തിൽ ഈ ഗാനം പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. മദ്യലോപികൾ കുലഞ്ഞിടട്ടെ ജീവിതം എടുത്തിടുന്ന നിത്യദ്രോഹികൾ, അവലയല്ല മൃദുലയല്ല ഇടിമുഴക്കമാണികൾ, തടയുന്നു ഞങ്ങളീ അധമവർഗ ശൈലി. ജീവനോടെ സ്പന്ദനം നിലയ്ക്കുമോളം ഈരണാങ്കണത്തിലും ജ്വാലയായി വളർത്തിടും ധാർമ്മിക രോഷത്തിന്റെ ഇടനെഞ്ചു പൊട്ടിയ ദുഃഖത്തിന്റെ കൊടുങ്കാറ്റിന് പ്രിയപ്പെട്ടവരെ, ഇത്രയും നേരം എന്റെ കഥാപ്രസംഗത്തിന്റെ ശ്രോതാക്കളായിരുന്നു നിങ്ങൾക്ക് ഒത്തിരി സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.